യാത്രകളെ സ്നേഹിക്കുന്നവരെ ഏറെ ആകർഷിക്കുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ. മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു വെള്ളച്ചാട്ടമുണ്ട്. കേരളത്തിലല്ല, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ. തിരുവനന്തപുരത്ത് നിന്നും 1 മണിക്കൂറോളം യാത്ര ചെയ്താൽ ഇവിടെ എത്താം. ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദിവസങ്ങളായി കനത്ത മഴയാണെങ്കിലും തൃപ്പരപ്പിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്കിന് ഒട്ടും കുറവില്ല. അതും വെള്ളച്ചാട്ടം കാണാൻ. പഴയ തിരുക്കൊച്ചിയിലും പിന്നെ സംസ്ഥാന വിഭജനത്തിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുമായ തൃപ്പരപ്പിന്റെ വശ്യത നുകരാനാണ് സഞ്ചാരികളുടെ ഈ ഒഴുക്ക്. മഴ മാറി നിൽക്കുമ്പോൾ മനം കുളിർപ്പിക്കാൻ എത്തുന്നവരുടെ എണ്ണം കൂടും. സഞ്ചാരികളിൽ അധികവും മലയാളികളാണ്. നീലാകാശത്തേക്ക് പടർന്നു നിൽക്കുന്ന ഗിരിശൃംഗങ്ങളും സ്ഫടികതുല്യമായ ജലാശയവും തൃപ്പരപ്പിന്റെ മാത്രം പ്രത്യേകതയാണ്. ചുറ്റും നിബിഡമായ റബ്ബർ മരങ്ങളും പശ്ചിമഘട്ട സഹ്യാദ്രി മേടുകളും തൂവെള്ള നിറത്തിലുള്ള ജലാശയത്തെ അതീവ മനോഹരിയാക്കുന്നു. 50 അടിയാണ് തൃപ്പരപ്പിലെ വെള്ളച്ചാട്ടത്തിന്റെ ഉയരം. തൂവെള്ള നിറത്തിൽ കുതിച്ചു ചാടുന്ന കാട്ടരുവിക്ക് എന്തെന്നില്ലാത്ത കുളിരാണ്. വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ ഇറങ്ങി നിന്ന് കുളിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കൽമണ്ഡപങ്ങളിൽ വിശ്രമിക്കാനിരുന്നാൽ കേൾക്കാം എപ്പോഴും വീശുന്ന തണുത്ത കാറ്റിന്റെ മർമ്മരം. ഔഷധങ്ങൾ നിറഞ്ഞ അഗസ്ത്യമലയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ഒന്നു കുളിച്ചാൽ മനസ്സും ശരീരവും തണുക്കും. അസ്തമയപ്രഭയിൽ ഇളം മഞ്ഞും കോടക്കാറ്റും മറ്റൊരു പ്രപഞ്ച വിസ്മയം തീർക്കുകയാണിവിടെ. പക്ഷേ തൃപ്പരപ്പിന്റെ പ്രകൃതി ലാളനയിൽ മതിമറന്നാൽ അപകടം നിശ്ചയമാണ്. പായൽ നിറഞ്ഞ പാറപ്പരപ്പുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അപകടം മുന്നിൽ കാണണം. കോതയാറിന് പറയാൻ ഒട്ടേറെ ചരിത്രമുണ്ട്. കൊല്ലവർഷം 300-നിടയ്ക്ക് അഗസ്ത്യമലയുടെ അപ്പുറത്ത് കോതയാറിൻ തീരത്ത് വാണ കാട്ടുരാജാവാണ് വീര മാർത്താണ്ഡനരയൻ. കോത, പറളി, മണിമുത്തി, ചെമ്പരുത്തി എന്നീ നദികളുടെ സംഗമസ്ഥാനത്ത് കോതയാർ ആസ്ഥാനമാക്കിയാണ് നാട്ടുരാജാവ് ഭരിച്ചിരുന്നത്. അന്നത്തെ നാടുവാഴി ആറ്റിങ്ങൽ തമ്പുരാനായിരുന്നു. ആറ്റിങ്ങൽ തമ്പുരാനാണ് വീരമാർത്താണ്ഡനെ അരയൻ പട്ടം നൽകുകയും പൊന്നും പൊരുളും കൽപ്പിച്ചു നൽകുകയും അടിപ്പാണ്ടി, നടുപ്പാണ്ടി, തലപ്പാണ്ടി എന്നീ ദേശങ്ങളിലെ കരവും മറ്റ് അവകാശവും അധികാരവും നൽകുകയും ചെയ്തത്. അന്ന് ജനവാസമുണ്ടായിരുന്ന ഇവിടം സമ്പൽ സമൃദ്ധമായിരുന്നു. അടുത്തുള്ള പാണ്ഡ്യരാജ്യത്തിൽ നിന്നുള്ള ആക്രമണം തടയാനും ജനങ്ങളുടെ ക്ഷേമം നടപ്പിലാക്കാനും വീരമാർത്താണ്ഡനരയൻ ഒരു കോട്ട കെട്ടി ഭരിച്ചിരുന്നു. അതിനിടെ വീരമാർത്താണ്ഡനരയന്റെ മകൾ കരുമ്പാണ്ടിക്ക് ആലുന്തരയിലുള്ള കൊച്ചാത്തിച്ചനോട് പ്രണയം. അവരുടെ വിവാഹവും നിശ്ചയിച്ചു. വിവാഹത്തിന് പാണ്ഡ്യരാജാവിനെയും കൂട്ടരെയും ക്ഷണിച്ചു. എന്നാൽ ക്ഷണം നിരസിച്ച പാണ്ഡ്യരാജാവ് കരുമ്പാണ്ടിയെ തന്റെ കൊട്ടാരത്തിൽ ദാസ്യപണിക്കാരിയായി വിട്ടുതരണമെന്ന് പറയുകയും ചെയ്തു. അധിക്ഷേപം ചൊരിഞ്ഞ് വിവാഹത്തിൽ പങ്കെടുക്കാതെ പാണ്ഡ്യരാജാവ് മാറി നിന്നു. അരയനും കാണിക്കാരും പ്രതികാരം തീർത്തത് പാണ്ഡ്യരാജ്യത്തെ വറുതിയുടെ മുൾമുനയിൽ നിർത്തിയാണ്. പാണ്ഡ്യരാജ്യത്ത് വെള്ളം എത്തുന്നത് അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന കോതയാറിൽ നിന്നാണ്. കാണിക്കാർ ദിവസങ്ങളോളം പണിയെടുത്ത് കോതയാറ്റിൽ കല്ലുകൾ ചേർത്ത് അണകെട്ടി വെള്ളം തടഞ്ഞു നിർത്തി. നദിയുടെ ഗതി കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടേക്കാക്കി. പാണ്ഡ്യരാജ്യത്ത് വെള്ളം എത്താതായതോടെ അവിടെ ജനങ്ങൾ പ്രശ്നമുണ്ടാക്കി തുടങ്ങി. രാജാവിന് മുന്നിൽ പരാതികളുടെ പ്രളയമായി. വെള്ളം കിട്ടാതെ കർഷകർ വലഞ്ഞു. ദാഹജലവും മുടങ്ങിയതോടെ പാണ്ഡ്യരാജ്യത്ത് കലഹം മൂത്തു. ഒടുവിൽ രാജാവ് കല്ലണ മാറ്റിത്തരാൻ കൽപ്പിച്ചു. എന്നാൽ ഇത് ആറ്റിങ്ങൽ രാജാവിന്റെ വകയാണെന്നും പാണ്ഡ്യരാജ്യത്തിന് അവകാശമില്ലെന്നും പറഞ്ഞ് അരയൻ ഉറച്ചു നിന്നു. അങ്ങനെ കിഴക്കോട്ടൊഴുകിയിരുന്ന നദിയുടെ ഗതി പടിഞ്ഞാറോട്ട് തിരിച്ചുവിട്ട കാണിക്കാരെ തറ പറ്റിക്കാൻ ഒടുവിൽ യുദ്ധവുമായി
പാണ്ഡ്യരാജ്യം എത്തി. യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയ അരയൻ കല്ലണയിൽ തന്നെ ജീവനൊടുക്കി. കരുമ്പാണ്ടി പാണ്ഡ്യരാജാവിന്റെ അടിമയാകുമെന്ന് കണ്ടതിനാൽ അവൾ മാടൻ ദൈവത്തിന്റെ മുന്നിൽ ബലിയർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ദേശം പാണ്ഡ്യരാജ്യത്തിന്റെ വകയായി മാറി. ഒടുവിൽ കല്ലണ മാറ്റി വെള്ളം പാണ്ഡ്യരാജ്യത്ത് എത്തിച്ചു. പിന്നെ കോതയാറിൽ പേച്ചിപ്പാറ അണക്കെട്ട് വന്നത് ഈ കല്ലണയുടെ ഭാഗമായാണ്. ഇവിടെ നിന്നും ഒഴുകിയെത്തി പുറംനാട്ടിൽ വിസ്മയം തീർക്കുകയാണ് തൃപ്പരപ്പ്. അതിനാൽ തന്നെ വീരസ്മരണ ഈ നദികളിലൂടെ പ്രവഹിക്കുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. കാലത്തിന്റെ ചവിട്ടടികളിൽപ്പെട്ട് കേരളത്തിന്റെ ഹൃദയഭാഗങ്ങൾ അടർന്നു പോയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഈ സ്വപ്നതീരം കൂടിയാണ്. തൃപ്പരപ്പിന് സമീപത്താണ് പത്മനാഭപുരം കൊട്ടാരം, മരുന്നുകോട്ട, ചിതറാൽ ജൈനക്ഷേത്രം, തിരുവട്ടാർ ക്ഷേത്രം, കുളച്ചൽ സ്മാരകം, ഉദയഗിരി കോട്ട, ചിറ്റാർ അണക്കെട്ട്, പേച്ചിപ്പാറ അണക്കെട്ട്, കോതയാർ പെരുഞ്ചാൺ അണക്കെട്ടുകൾ തുടങ്ങിയവ. വിവിധ ഭാഗങ്ങളിൽ നിന്നും തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാനെത്തുന്ന സഞ്ചാരികളിൽ ഏറിയ പങ്കും കന്യാകുമാരിയിലും കൂടി എത്തിയാണ് മടങ്ങുക. ഇവിടെ ആറ്റിൽ ബോട്ട് സർവീസും താമസിക്കാൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശകർക്കുള്ള സമയം. മനോഹരമായ ഉദ്യാനവും ഇവിടെയുണ്ട്. തലസ്ഥാനത്ത് നിന്ന് 48 കിലോമീറ്റർ അകലെയുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ ഒരിക്കൽ വന്നവർ ആരും ഈ സ്ഥലം മറക്കുകയില്ല. എത്തുന്നവരെ വീണ്ടും തന്നിലേക്ക് മാടി വിളിക്കുന്ന ഒരുതരം വശ്യമനോഹാരിതയാണ് തൃപ്പരപ്പിനുള്ളത്. തമ്പാനൂരിൽ നിന്നും തക്കല ഇറങ്ങി വേണം തൃപ്പരപ്പിലേക്ക് പോകാൻ. അല്ലെങ്കിൽ വെള്ളറട കുലശേഖരം റൂട്ട് വഴി തൃപ്പരപ്പിൽ എത്താം. നെടുമങ്ങാട് നിന്നും ഇവിടേക്ക് ബസ്സുണ്ട്. റെയിൽ മാർഗം വരുന്നവർ തലസ്ഥാനത്ത് നിന്ന് നാഗർകോവിലിലേക്കുള്ള ട്രെയിനിൽ കയറി കുഴിത്തുറയിലിറങ്ങി അവിടെ നിന്ന് ബസ് മാർഗം വേണം തൃപ്പരപ്പിൽ എത്താൻ.